ഹായ് ഓൾ. ഈ വീക്കെൻഡ് ഞങ്ങൾ അഞ്ചിയുടെ നാട്ടിൽ വന്നു. നാട് ഇതുപോലെയാണേ, അടിമാലിക്കടുത്ത്. ഞങ്ങളുടെ പ്ലാൻ മൂന്നാറാണ്. രാവിലെ തന്നെ 5 എണ്ണീറ്റ് വണ്ടി എഴുതൽ തുടങ്ങി. അപ്പോഴേക്ക് സെയ്മൂവി എണ്ണീറ്റു. സെയ്മു അവൻ്റെ വാപ്പയെ പോലെ ഒരു മോട്ടോ എന്തസിസ്റ്റാന്ന് തോന്നുന്നു. അഞ്ചിക്ക് എന്നെക്കാട്ടിലും ഇഷ്ടം വണ്ടിയാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് തോന്നാറുമുണ്ട്. വണ്ടി കഴുകി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഒരു സ്പ്രേ അടിക്കണം. ഇതൊരു ലോ ബഡ്ജറ്റ് സെറാമിക് കോട്ടിംഗ് ആണ്. ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയതാണ്. സംഭവം നൈസാണ്. ഇപ്പം നല്ല ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. അതും നോക്കിയിരുന്നപ്പോഴാണ് ഒരു ജിപ്സി ഇങ്ങനെ പാസ് ചെയ്യുന്ന കണ്ടേ. ആദ്യം കരുതി 1-2 ജിപ്സിയേ ഉള്ളെന്ന്. പിന്നെ കണ്ടേ ജിപ്സിയുടെ ഒരു കൂട്ടമാണെന്ന്. ഇപ്പം ജിപ്സി ഒന്നും അധികം കാണാറേ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ജിപ്സി ഒരുമിച്ച് കാണുന്നത്. ഇവിടെ തൊട്ട് മുകളിലൊരു റിസോർട്ടുണ്ട്. ഇതെല്ലാം അവിടുന്ന് വരുന്നതാണ്. വണ്ടി കഴുകൽ കഴിഞ്ഞപ്പോൾ തന്നെ ഹെവി മഴ. അങ്ങനെ 3 ട്രിപ്പും ക്യാൻസലായി. മഴയൊന്ന് മാറിയപ്പം അടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ഇട്ടു. വേഗം സെയ്മൂനെ റെഡിയാക്കി. ഇവനാണെങ്കിൽ ഫുൾ ഓണ്. അങ്ങനെ ഇവനെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. എനിക്ക് അംജിയുടെ നാട് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ കുറേ കാണാനുണ്ട്. എവിടെ പോയാലും കോട, വ്യൂ പോയിൻ്റ്, അങ്ങനെയൊക്കെയാണ്. ഈ സ്പോട്ട് ഞങ്ങൾ 2 പേരുടെ ഓൾ ടൈം ഫേവറേറ്റാണ്. ഞങ്ങൾ നോർമലി ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു പോകാറാണ് പതിവ്. വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ നടന്നു പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഈ ഏരിയയ്ക്ക് ഒരു ഹിഡൻ പ്ലേസാണ്. ടൂറിസ്റ്റ് ഒന്നും അധികം വരാത്ത ഏരിയ. ഭയങ്കര പീസ് ആൻഡ് കാം. ഈ പ്ലേസ് ഇവിടുള്ളവർക്ക് മാത്രമേ അറിയൂ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ. ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങാറുണ്ട്. ഇവിടെ അധികം ആൾതാമസവും ഒന്നുമില്ല. ഈ കാട് കുറച്ച് നടക്കാനുണ്ട്. നേരെ കയറി ഒരു വെള്ളച്ചാട്ടത്തിലാണ് ചെന്ന് കയറുന്നത്. സെയിം ഉള്ളതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടം വരെ പോകാൻ പറ്റിയില്ല. ഈ പാറയൊക്കെ കയറി അങ്ങ് മുകളിൽ പോകണം. മഴ ടൈം ആയതുകൊണ്ട് ഫുള്ള് തെന്നിക്കിടക്കുക. സോ റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് കയറിയില്ല. ഇനി വരുമ്പോൾ വെള്ളച്ചാട്ടം കാണിക്കാമേ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൻ്റെ മുകളിലുള്ള റിസോർട്ടിൽ പോയി. ഇവിടെ ആണെങ്കിൽ കുറേ കാണാനുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പൂളാണ്. നല്ല ഭംഗിയുണ്ട് ആ പൂള് കാണാൻ. ഒരു നാച്ചുറൽ ലുക്ക്. പിന്നെ ഇവിടെ നല്ലൊരു കിടിലൻ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ സെയ്മൂനെയും കളിപ്പിച്ച് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനൊരു ജീവിയെ കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത് ഫസ്റ്റ് ഒരു കമ്പാന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് മൂവ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അംജിയുടെ നാട്ടിൽ നിന്ന് തിരിച്ചു. ഇതാണ് നേരിമംഗലം കാട്. ഇവിടെ മെയിനായിട്ടും കാണാനുള്ള 2 വെള്ളച്ചാട്ടങ്ങളാണ്. ഇതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മഴയായതുകൊണ്ട് ഞങ്ങൾ നിർത്തിയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയതേ ഉള്ളൂ. ഇനി റൈറ്റ് സൈഡിലുള്ളത് വാളറ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഞങ്ങൾ നിർത്തിയില്ല. ജസ്റ്റ് വിട്ടങ്ങ് പോയി. ചെറിയ മഴയുണ്ടായിരുന്നു. ജെയ്മ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പഴയതുപോലെ നിർത്തലൊന്നുമില്ല. പിന്നെ നമുക്ക് കുട്ടി വെള്ളച്ചാട്ടങ്ങൾ സൈഡിലൊക്കെ കാണാൻ പറ്റും. ഇതാണ് നേരിമംഗലം ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് പാസ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാമേ. കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താറായപ്പോൾ നെക്സ്റ്റ് മഴയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.